കരയുന്നവരുടെ കണ്ണീർ തുടയ്ക്കാൻ ഓടിയെത്തുന്നത് ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കരഞ്ഞിട്ടുള്ള ആളായിരിക്കും. കാരണം സ്വയം വേദന അനുഭവിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ വേദനയുടെ ആഴം വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധ്യമല്ല. വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും. തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുക. അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല. പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആവരുത് നമ്മുടെ ജീവിതം. ഏതൊരു സൗഹൃദത്തിനും ബന്ധത്തിനും നിങ്ങൾ കൊടുക്കുന്ന സമയവും മൂല്യവും അവർ നിങ്ങൾക്കും തിരികെ നൽകുന്നില്ലെങ്കിൽ പിന്നെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം കഴിവുള്ള മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ്. മൗനമായി നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അവർ ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതാണ്. ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് അഭിമാനം പണയം വയ്ക്കുന്നതിന് തുല്യമാണ്. വലിയ പരാജയങ്ങൾ സ്വീകരിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് മാത്രമേ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ. നിങ്ങളുടെ മൗനം കൊണ്ട് ഒരു രംഗം ശാന്തമാകുന്നുവെങ്കിൽ, മനോഹരമാകുന്നുവെങ്കിൽ നിങ്ങളുടെ മൗനം അതിമനോഹരമാണ്. കുറ്റപ്പെടുത്തി കണ്ണ് നിറയ്ക്കുന്നതല്ല, കൂടെ നിർത്തി കണ്ണീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് അനുഭവിക്കാതെ നാളത്തേക്ക് മാറ്റിവയ്ക്കരുത്. കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ എന്നത് ഒരു വിശ്വാസമാണ്. അവസാനിച്ചു പോയ ചില ബന്ധങ്ങളെ പറഞ്ഞു തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ചുരുട്ടിയെറിഞ്ഞ കടലാസ് പോലെയാണ്. എത്ര നന്നായി നിവർത്താൻ ശ്രമിച്ചാലും ചില ചുളിവുകൾ അവിടെ തന്നെ ഉണ്ടാകും. പരാജയത്തിൻ്റെ വേദന താൽക്കാലികം മാത്രമാണ്. എന്നാൽ ഭയന്ന് നഷ്ടപ്പെടുത്തുന്നത് ജീവിതമായിരിക്കും. ആളുകൾ നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് സംശയിക്കുമ്പോൾ ആത്മവിശ്വാസം കൈവിടുകയോ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ തരം താഴ്ത്തി കാണുകയോ ചെയ്യരുത്. പകരം ഇതോർക്കുക, ആളുകൾ എപ്പോഴും സ്വർണത്തെയാണ് അതിൻ്റെ പരിശുദ്ധിയെ ചൊല്ലി സംശയിക്കുന്നത്, അല്ലാതെ ഇരുമ്പിനെ അല്ല. ഓർമ്മകൾ എപ്പോഴും സവിശേഷമാണ്. ചില ഓർമ്മകൾ നമ്മെ കരഞ്ഞ ദിവസങ്ങളെ ഓർത്ത് ചിരിപ്പിക്കും. എന്നാൽ ചിലത് ചിരിച്ച നാളുകളെ ഓർത്ത് കരയിപ്പിക്കും. അതാണ് ജീവിതം. ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഒരു റോളുണ്ട്. ചിലർ നിങ്ങളെ പരീക്ഷിക്കും, ചിലർ നിങ്ങളെ ഉപയോഗിക്കും, ചിലർ നിങ്ങളെ സ്നേഹിക്കും, ചിലർ നിങ്ങളെ പഠിപ്പിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടവർ നിങ്ങളുടെ ഏറ്റവും നല്ല വശങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആളുകളാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി കഴിവുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങുക എന്നതാണ് ഒരു ബന്ധം നശിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. നമുക്ക് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം. എങ്കിലും മറ്റുള്ളവർക്ക് നമ്മുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള തെറ്റുകൾ ഒരിക്കലും സംഭവിക്കാതെ നോക്കണം.